ഹലോ, ഇച്ചൂട്ടൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ അലമാരിയിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ പുറകിലെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ, ഇതെല്ലാം ഇച്ചൂട്ടൻ്റെ കലാവിരുതാണ്. ചുമ്മാ സ്കെച്ചും പേനയും എല്ലാം കിട്ടുമ്പോൾ നേരെ ഭിത്തിയിലോട്ടാണ് കൊണ്ട് വരയ്ക്കുന്നത്. പിന്നെ ആ കിടക്കുന്നത് ചേട്ടായി പണിക്ക് കൊണ്ടുവന്ന ഷർട്ടുകൾ, അതിങ്ങനെ പുറത്ത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ഫോട്ടോ കളക്ഷനൊക്കെയാണ്, കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ കലണ്ടർ പോലെ അടുപ്പിച്ച് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ സ്റ്റേജിൽ യാദവെന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ആ സാധനം ഞാൻ എടുത്ത് ചുമ്മാ ഒട്ടിച്ച് വെച്ചാൽ. അപ്പം ഇതാണ് അലമാരി. 2 അലമാരിയാണുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഈ അലമാരിയുടെ മുണ്ട നിറച്ച് സാധനം കേട്ടോ. അത് ഇച്ചൂട്ടൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഡ്രസ്സുകൾ, ഇച്ചൂട്ടൻ ആദ്യം ഉപയോഗിച്ച ചെരുപ്പ്, നിബിള് കുപ്പികൾ, ഇച്ചൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഫുള്ള് ഇച്ചൂട്ടൻ്റെ സാധനങ്ങളാണ്. അത് അലമാരിയുടെ മണ്ടയിലോട്ട് ഒതുക്കി വെച്ചെന്നുള്ളൂ. നമുക്കിങ്ങനെ ബെർത്ത കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, വെക്കാൻ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പം ദേ അലമാരി. നമുക്ക് ആദ്യം ഈ അലമാരി തുറക്കാം. ഇതിങ്ങനെ തുറന്നു വരുമ്പം ഇങ്ങനെയാണ് അലമാരി വരുന്നത്. ഇതിലേറ്റവും ഇവിടെ ഉള്ളത് ചേട്ടയുടെ കുറച്ച് ഷർട്ടുകളാണ്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, തോർത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് പിന്നെ ചേട്ടയുടെ വീട്ടിലിടുന്ന കാവുമുണ്ട് പോലത്തെ ഐറ്റംസ്. ഇത് നല്ല വെള്ളമുണ്ടുകൾ. പിന്നെ ഇതിൻ്റെ നേരെ താഴേക്ക് വരുമ്പോഴത്തേനും എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ. പിന്നെ ഇതിൻ്റെ താഴെ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ 1-2 സാരി, അടിപ്പാവടയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ചുമ്മാ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു ബാഗാണ്. പിന്നെ ഇത് പഴയ ഏതൊരു ബാഗും ഒരു കൊതുക് വലയും, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേറ്റിക്ക് വീട്ടിൽ കൂടെ ഇടുന്ന ഉടുപ്പുകളും അണ്ടർ ഗാർമെൻറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഈ ഒരു കള്ളിക്കകത്ത് ഇതിനകത്ത് കുറച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളുടെ അങ്ങനത്തെ ഫയലും കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് വേറെ ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ ഞാനിങ്ങനെ എൻ്റെ കുറച്ച് വാച്ചും മാലയും അങ്ങനെയൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പണ്ടത്തെ മാസ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ അലമാരിക്കകത്തുള്ളത്. ഇത് നമ്മൾ അടച്ചിട്ട് ഈ അലമാരിയിലേക്ക് പോകും. ഈ അലമാരി തുറന്നാൽ ഇവിടെയും ചേട്ടയുടെ കുറേ ഷർട്ടുകൾ കിടപ്പുണ്ട്. എല്ലാം നല്ല ഷർട്ടുകളാണ് വല്ലയിടത്തും കൊണ്ടുവന്നത്. ഇത് പിന്നെ നമ്മൾ ചേട്ടയുടെ പണിക്കിരുന്ന ഡ്രസ്സുകളാണ്, അതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് ചേട്ടൻ്റെ ജീൻസിൻ്റെ കളക്ഷൻ, പിന്നെ ഇന്നർ ഗാർമെൻറ്റ്സ്, പിന്നെ ഇത് നമ്മുടെ ചാർജർ, പവർ ബാങ്ക്, പേഴ്സ്, മൊബൈലിൻ്റെ കവറ്, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. പവർ ബാങ്ക്സ് അങ്ങനത്തെയൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതെല്ലാം കൂടെ. പിന്നെ താഴേക്ക് വരുമ്പം ഇച്ചുകുട്ടൻ്റെ കുടുക്ക, ഇച്ചുകുട്ടൻ്റെ നല്ല ഡ്രസ്സുകൾ, പാമ്പർ, പിന്നെ ഇത് ഇച്ചുവിൻ്റെ 1-2 ടർക്കിയും, ചെവി മറ്റേ മൂടി വെക്കുന്ന സാധനം, തൊപ്പി, അങ്ങനത്തെയൊക്കെ. ഇത് വരുമ്പോഴത്തേനും താഴോട്ട് വരുമ്പോൾ ഇച്ചുവിൻ്റെ നേറ്റിക്കിടുന്ന ഡ്രസ്സുകൾ, പിന്നെ ഇച്ചുവിൻ്റെ മരുന്നിൻ്റെ മെഡിസിൻ ബോക്സ്, പിന്നെ ഇത് ചേട്ടായുടെ വാച്ചിൻ്റെ ടിന്ന്, പിന്നെ ചേട്ടായുടെ ഇച്ചുവിൻ്റെ കുറച്ച് ചെരുപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പ് വെച്ചുകൊണ്ടിരുന്ന അലമാരി ഒടിഞ്ഞുപോയി. അപ്പം അത് കൂട്ട് ഷൂവും അങ്ങനത്തെ വല്ലയിടത്തും കൊണ്ടുവന്ന് നല്ലത് മാത്രം എടുത്ത് അലമാരിക്കകത്ത് വെച്ചു. പിന്നെ ഏറ്റവും താഴെ വരുന്നത് നമുക്ക് അംഗൻവാടി നീട്ടുന്ന അമൃതം പൊടിയില്ല, അത്. പിന്നെ എൻ്റെ 2 ബാഗ്, ഇച്ചുക്കുട്ടൻ്റെ അംഗൻവാടി കൊണ്ടുവന്ന ബാഗ് അത്. പിന്നെ നമ്മുടെ കുറച്ച് ഗ്ലാസ് പോലത്തെ ബൗൾസും പ്ലേറ്റ്സും അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസും കുറച്ച് പ്ലേറ്റും ഇരിപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പം നമ്മുടെ അലമാരി എന്ന് പറയുന്നത്. നമ്മുടെ അലമാരിക്കുള്ളിൽ ഇത്രയൊക്കെയാണ് അലമാരിക്കുള്ളിൽ. പിന്നെ നമുക്കൊരു അലമാരി എന്ന് പറയാൻ ഇതാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും അടിയിൽ എൻ്റെ കുറച്ച് ക്ലിപ്പ്, കൂട്ടക്സ്, ബുഷ്, അങ്ങനത്തെ സാധനങ്ങൾ. ഇതിനകത്ത് പെർഫ്യൂം, സ്റ്റാപ്ലേഴ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതിനകത്ത് നമ്മുടെ മൊത്തം മെഡിസിൻ ഐറ്റംസാണ്. ഈ ബാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പനി നോക്കുന്നത്, പാരസെറ്റമോൾ, അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം വരുന്നത്. ഇതിനകത്ത് പൗഡർ, ബഡ്സ്, ലോഷൻ, മോയ്സ്ചറൈസർ, ഹെയർ ജെൽ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതിനകത്ത് സത്യത്തിൽ എനിക്ക് പോലും കാണത്തില്ല, എത്തി വലിയണം. ഇതിനകത്ത് കുറേ അല്ലറ ചില്ലറ ഐറ്റംസാണ്.
അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരി പോലത്തെ സ്റ്റോറേജ് ഐറ്റംസ്. ഇതിനെ മണ്ടല ചാടിച്ച ഒരുപാടുണ്ട് കാര്യങ്ങൾ, പക്ഷെ നമ്മൾ എങ്ങനെ മണ്ടല ചാടിക്കും? മണ്ടല ചാടിച്ചാൽ പിന്നെ ഇവന് ആവശ്യങ്ങൾ മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരിയും കാര്യങ്ങളും എല്ലാം. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. ഇതിനിപ്പോൾ എന്താ പറയുന്നത് എനിക്കറിയില്ല ഈ വീഡിയോയ്ക്ക്. വാട്ട്സ് ഇൻ മൈ വാർഡ്രോബോ, അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരാളിതേ ബാഗും പൊക്കിക്കൊണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.